എന്ത് പറ്റി? എന്താ ഫോണിലെ മെസ്സേജ്? ആർക്കെന്തെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആർക്ക്? വീട്ടുകാർക്കോ? ഫ്രണ്ട്സിനോ? ഫ്രണ്ട്സിനൊന്നല്ല, എനിക്കാ പറ്റിയത്. മനസ്സിലായില്ല. ടോമിയുടെ മെസ്സേജാ? മോളെന്നാ? മോളെ, നിന്നെ വീണ്ടും ഇവിടെ വെച്ച് കാണേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല. കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ നല്ല ദേഷ്യമാണ് തോന്നിയത്. ഒരിക്കൽ എന്നെ വേണ്ടെന്ന് വെച്ച് പോയവളാണ് നീ. പക്ഷേ നീ വീണ്ടും തിരിച്ചു വന്നു. ആർക്കു വേണ്ടി? ഈ ഇച്ഛായന് വേണ്ടി. എനിക്കറിയാം നിന്റെ ഉള്ളിൽ നീ എന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാകില്ല. നമുക്ക് വീണ്ടും ഒന്നാകാം. നമുക്കിവിടെ നിന്ന് പോയി ഏതെങ്കിലും നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ സ്നേഹം തരും. നിന്നെ മാത്രം സ്നേഹിക്കുന്ന നിന്റെ ഇച്ഛായൻ അയ്യാണോ ഇച്ഛായൻ ടോമി. അയ്യേ, ഇവൻ ഇത്രയും വലിയ കോഴിയായിരുന്നോ? നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ചല്ലേ നീ അവനെ വേണ്ടാന്നും പറഞ്ഞ് ഇട്ടേച്ച് ഇറങ്ങി പോയത്. ആ നിന്റെ പുറമെ ഇതുപോലെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ അവന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം. അല്ലെ അവനിട്ടാണോ വെക്കുന്നത്, എനിക്കിട്ടാണോ വെക്കുന്നത്? നിന്നെ ഞാൻ എന്തെങ്കിലും പറയുമോ? ഞാൻ അവനെ തന്നെ ഉദ്ദേശിച്ച. എന്നാലും അവൻ ഇത്ര ഉളുപ്പില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. എന്നാലും ടോമി എന്തായിരിക്കും ഇങ്ങനെ മെസ്സേജ്? ദാരിദ്ര്യം. ഒരൊറ്റ പെണ്ണു പോലും തിരിഞ്ഞു നോക്കാനില്ലെന്ന് അറിയാതും. അതുകൊണ്ട് തന്നെ ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ അവനെ വേണ്ടെന്ന് വെച്ച് അമേരിക്കയിൽ പോയിട്ട് ഇത്ര നാളായിട്ട് അവൻ വേറെ റിലേഷൻഷിപ്പിലോ കല്യാണമോ ഒന്നും ആലോചിച്ചിട്ടില്ലല്ലോ. എന്തായിരിക്കും? പെൺപിള്ളേർക്കും അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ കാണത്തില്ലേ? കാണാനൊക്കെ നല്ല മെനയുണ്ടെന്ന് വിചാരിച്ച് അവന്റെ കെയറിങ് ആണെങ്കിൽ സഹിക്കാവുന്നതിനപ്പുറമാണ്. കെയർ ചെയ്ത് പെൺപിള്ളേരുടെ പുറകെ നടന്ന് വെറുപ്പിക്കലാണ് അവന്റെ പണി. നീ ഇട്ടേച്ച് പോയതിന് ശേഷം നമ്മൾ അവന് പള്ളിയിൽ കൊയറുപാടുന്നൊരു പെങ്കൊച്ചുമായിട്ട് ആലോചന വന്നായിരുന്നു. അതാണെങ്കിൽ ഒരു പാവം പിടിച്ച കൊച്ചു, വീട്ടിൽ നിന്ന് പോലും പുറത്തു പോലും ഇറങ്ങത്തില്ല. അവൾക്ക് പോലും ഇവന്റെ കെയറിങ് സഹിക്കാൻ പറ്റിയില്ല. പിന്നെ എങ്ങനെയാന്നാ വിചാരിക്കുന്നത്? എനിക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നൊരു ഫീൽ വരിക. നിന്റെ പുറകിൽ വേറെ എന്തോ ഉള്ള പോലെ തോന്നി. ഏതായാലും നീ അവന് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോകണ്ട. നിന്റെ റിപ്ലൈ വരുന്നത് നോക്കിയിരുന്ന് വിഷമിക്കട്ടെ. എന്റെ പൊന്നു ടോമി, നിനക്ക് എങ്ങനെ ഇത്രയും കൂളായിട്ടിരിക്കാൻ പറ്റുന്നത്? ഇവിടെ മനുഷ്യന് ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുമെന്നുള്ള പേടിയാ. ആണോ? എടാ, നീ ആ ഫോണൊന്ന് എടുത്ത് നോക്ക്. അവള് വല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നോക്കാം. ആ, ഈ ടോമി നോട്ടിഫിക്കേഷൻ കൊണ്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. അവളുടെ മെസ്സേജ് കാണാത്തതായിരിക്കും എനിക്ക് തോന്നണേ. അതായിരിക്കും. നിനക്കില്ല കഴിഞ്ഞു. അവളെ എനിക്ക് മെസ്സേജ് അയക്കത്തില്ല. മെസ്സേജ് അയക്കത്തില്ലേ? ഇല്ല. അപ്പൊ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ? എടാ, ഇതൊരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തോന്നിക്കാനുള്ള ചുമ്മാ ഒരു നമ്പർ. ഇവിടെ ചിലവർക്കൊക്കെ നന്നായിട്ട് അറിയാലോ അല്ലേ? അതിന് ഞങ്ങൾ പെൺപിള്ളേര് മാത്രമല്ല, നിങ്ങൾ ആൺപിള്ളേർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നിങ്ങൾ അത്രയും ചെയ്യാറുണ്ട്. എനിക്കിപ്പോ അതല്ല ടെൻഷൻ. നീ അയച്ചതിന് അവൾ എന്ത് മറുപടി അയക്കുമെന്നുള്ളതാ. അതിപ്പോ എങ്ങനെ അറിയാൻ പറ്റും? വെയിറ്റ് ചെയ്യേണ്ടി വരും. പതുക്കെ മതി, ആലോചിച്ചൊക്കെ അങ്ങ് പറയട്ടെ. എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ വരുന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അയ്യോ, പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടരുത്. ഇവ ഒരു പ്രണയരോഗിയാണെന്ന് അറിയുമ്പോൾ കണ്ടം വഴി ഓടണം. അതിനു വേണ്ടിയായി ഈ കളിയൊക്കെ കളിച്ചത്. കളിയൊക്കെ കളിക്കുന്നോളാം. അവസാനം നമ്മൾ ഉദ്ദേശിച്ച പോലെ
ഈ മേരിമാഡ് ഇതിന്റെ ഇടയിൽ കയറി കളിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഉറപ്പായിട്ട് 100% അവരെ ഇത് അലുമ്പം. അത് നമുക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ആ രീതിയിലായിരിക്കും അവർ കുളവാക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ലൂസിക്ക് ആന്റിയോട് കാര്യങ്ങളൊക്കെ പറയുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് പണി തരാൻ വേണ്ടി പുള്ളിക്കാരി വിളിച്ചപ്പോൾ അവൾ വന്നെന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ആന്റിയോട് അതിനു വേണ്ടിയുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും അതൊരു സംശയമുണ്ട്. എന്നുവെച്ചാൽ ഇവനായിട്ട് ബ്രേക്കപ്പ് ആയി അവൾ അമേരിക്കയിലോട്ട് പോയപ്പോഴും ഈ ആന്റിയാ അവളുടെ അപ്പനെ അമ്മയും റോഡിയിട്ട് ചീത്ത വിളിച്ചത്. അതുകൊണ്ട് ഒരിക്കലും അവൾ അത് മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊത്തത്തിലൊരു അതിഞ്ഞ ഫാമിലിയാണല്ലോ നിങ്ങളുടെ ഇത്. ടോമി യെസ്. ഒന്നുകൂടെ വന്നൊരു കാര്യം പറയാണ്ട്. എന്നെ തന്നെയാണോ വിളിച്ചേ? നിന്റെ പേരല്ലേ ടോമിന്ന്? എന്നാ വാ. ആ മന നോക്കി ഇരുന്നോക്കാം. ഡെയ്സി ലൂസി എന്താ വിളിച്ചത്? എന്തേത്? അത് ഫോണല്ലേ? ഫോണാണെന്ന് എനിക്കറിയാം. നീ കുറച്ചു മുമ്പ് അയച്ച മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു. എന്താ ഉദ്ദേശം? അതിപ്പോ മെസ്സേജ് അയച്ചപ്പോ മനസ്സിലായില്ലേ? മനസ്സിലായി, നല്ലപോലെ മനസ്സിലായി. നന്നാവാൻ ഉദ്ദേശമൊന്നുമില്ലല്ലേ? ഞാനിപ്പോ അതിനകത്ത് മോശമായിട്ട് തന്നെ ഒന്നും അയച്ചിട്ടൊന്നുമില്ലല്ലോ. എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. അതിപ്പോ ഞാൻ ഇനിയും പറയാം. ഐ സ്റ്റിൽ ലവ് യു, ലവ് യു, ലവ് യു. എന്തുവാടാ ഇത്? എല്ലാം ഒന്ന് കരക്കെടുത്ത് ആ തള്ള നശിപ്പിച്ച്. സത്യം, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ നിങ്ങളോട് നിലത്ത് വല്ല എന്നെ വെച്ചാൽ തള്ളെ തള്ളിയിടണ്ടേ. അത് ഇനിയും ലേറ്റ് ആയിട്ടില്ല. നീ എന്തുവാടാ ഇപ്പൊ എഴുതി അയച്ചിരിക്കുന്നത്? ഓ നിങ്ങൾക്ക് ചെവിയേക്കാൻ പാടില്ല തള്ളേ. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അവളോട് തുറന്നു പറഞ്ഞ അതിന്റെ മറുപടി എന്താ വെച്ചാ അവള് തന്നോളും കേട്ടാ. അവളല്ലടാ പറയാൻ പോകുന്നത്, ഞാനോ?